ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിസൾട്ട്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ സ്കാർഫ് കുത്തിയത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് കുത്തിയതാണ് കേട്ടോ. അതിൻ്റെതായ പോരൊക്കെ കാണും. എനിക്കിത് കുത്തിയപ്പോൾ ചെറുതായി ഇഷ്ടം തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് വിചാരിച്ചു ഇതെങ്ങനെ കുത്തുന്നതെന്ന്. ഇതിപ്പോൾ പ്രത്യേകിച്ച് കുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ കുത്തുകയെന്ന്. അപ്പോൾ ഇതാ ഞാൻ മുടി ഉണ്ട കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഷാളിടാണ് ചെറുതായി ബോറില്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ പെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിവിടെ കറക്റ്റ് അളവാക്കിയിട്ട് ഇതാക്കിയിട്ട് ടർബൻ കുത്തി കൊടുക്കണം. കറക്റ്റ് അളവിലായിരിക്കണം അടിഭാഗം വരുന്നത്. അല്ലെങ്കിൽ ടർബൻ കുത്തുമ്പോൾ തെറ്റും. പുറത്ത് കുത്തിയത് കഴുത്തിലൊന്നും പിടിച്ച് കുത്തിയത് നല്ല സുഖമാണ് കേട്ടോ. ഞാനിത് ആദ്യം കുത്തുന്ന ടൈമിൽ എൻ്റെ കഴുത്തിൽ ചെറുതായിട്ടൊന്ന് കുത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്നിട്ട് ഈ മെത്തേഡിൽ നമ്മൾ ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് കുറച്ച് ഇതിങ്ങനെ എടുത്ത് ഇത് നമ്മളിവിടെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സെക്യൂർ ചെയ്ത്, അതായത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇവിടുന്ന് എടുത്തിട്ട് വീണ്ടും അതേ മോഡൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം അതവിടെ സെറ്റായി, ടർബൻ സെറ്റായി. ഇങ്ങനെയാണ് ടർബൻ ഞാൻ കുത്താറുള്ളത്. ഇങ്ങനെ കുത്തിയിട്ട് വെറുതെ ഷാളിടും ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് ചിലർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഭാഗങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ വേണമെങ്കിൽ ഒരു പിന്ന് കുത്തി വെക്കാം. ഞാൻ പിന്നൊന്നും കുത്തുന്നില്ല. അത് എന്താ സിക്കറായി ഇതിവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുത്താൻ എടുക്കുന്ന ഒരു ഷാൾ എടുത്തിട്ട് ഈ പോർഷൻ നന്നായി ചെറുതാക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് മതി ഇവിടെ ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ അളവിലാക്കി കൊടുക്കണം. അങ്ങനെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പിന്ന് കുത്തി കൊടുക്കാം. ഇത് ഏകദേശം ചെറിയൊരു ഭാഗമൊക്കെ നമ്മൾ നോർമലായി പിന്ന് കുത്തുന്ന പോലെ, നോർമലായി മഫ്ത് കുത്തുന്ന പോലെ തന്നെയാണ്. ഇനി നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ബോൾ പിന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇതൊക്കെ ഞാൻ ശരിക്കും കണ്ണാടി നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ പരിപാടീസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണാടിയിൽ ഫോണിൽ കണ്ണാടി വെച്ച് ചെയ്യുന്നത്. അതിൻ്റേതായ പോര് കാണും. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മളെ ടർബൻ കുത്തിൻ്റെ ഉള്ളിലത്തെ ലെയർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതവിടെ സെറ്റായി. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് എടുക്കണം. കാരണം നമ്മളിതിവിടെ ഒന്നും ചെയ്തിട്ടില്ലേ. ഒരു പ്ലേറ്റ്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഇത് എടുക്കണം കേട്ടോ. ഈ ഇതുമ്മ തട്ടിക്കാണ്ട്
ഇതിൻ്റെ ബാക്കിൽ കൂടെ ആ പിന്നു കുത്തിയത് അവിടെ കാണാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് സാധാ മാതിരി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് എൻഡ് പോർഷനിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ കുത്തി കൊടുക്കണം. ഇങ്ങനെയാണ് ഞാൻ ഈ മഫ്ത് കുത്തി കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ മാലകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണിക്കാം. മാലയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ഇതും ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇങ്ങനെ വന്നു, ഇവിടെയും വന്നു, ഇവിടെയും വന്നു. ഇങ്ങനെയാണ് ഞാൻ ആ മഫ്ത കുത്തിയത്. ചിലവർ ചിലക്കും തളച്ചിട്ട് മാതിരി ഉണ്ട് എന്നൊക്കെ, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി ഇട്ടാന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് തീരെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കാവുള്ളൂ. പ്ലീസ് സപ്പോർട്ട് മീ. ബൈ ബൈ.